ഹലോ, നല്ല അടിപൊളി കുഞ്ഞി 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 കല്ലമ്മക്കായി കിട്ടിക്ക്. എന്നാൽ പിന്നെ നമുക്ക് മാങ്ങയും തേങ്ങയിലും ഇട്ടൊരു കറി അങ്ങ് വെച്ചാളിയാന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ തുടങ്ങിയാലോ. നല്ലോണം കാക്കിയെടുത്ത കല്ലമ്മക്കായ ഉണ്ടല്ലോ, നമ്മൾ പുഴുങ്ങി ഇങ്ങെടുക്കണം കേട്ടോ. നല്ലോണം പുഴുങ്ങി ഇങ്ങെടുക്കണേ. അപ്പം നമ്മൾ നേരെ അടുപ്പത്ത് വെച്ച് പുഴുങ്ങി ഇങ്ങെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. വായെല്ലാം തുറന്ന് വന്ന് അതിൽ നിന്ന് ഓരോന്ന് കല്ലമ്മക്കായ എടുത്തിട്ട് നമ്മൾ ഏർന്ന് ഇങ്ങനെ ഇടണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഞങ്ങൾ പറയണ്ടല്ലോ. നിങ്ങൾ ചെയ്തോളെ. ഫുൾ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണേ. നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഇതളാക്കി ഇങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടിയത് കറിവേപ്പില വേണം, പിന്നെ നമ്മളെ മാങ്ങ വേണം, തക്കാളി വേണം, പച്ചമുളക് വേണം. അതായത് ഒരു മാങ്ങയും 2 പച്ചമുളകും കുറച്ച് ചീരപ്പറങ്കി മുളകും, പിന്നെ വേണ്ടിയത് ഒരു തക്കാളി കേട്ടോ. കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇടാം. എന്നിട്ട് ഇതെല്ലാം നേരെ ഒരു ചട്ടിയിലേക്ക് അങ്ങ് മാറ്റിക്കോ. അങ്ങനെ നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, എരുള്ളി ആയാലും പ്രശ്നമില്ല, കാശ്മീരി ആയാലും പ്രശ്നമില്ല, പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും വേണം കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് പിന്നെ നമ്മൾ വെള്ളവും പാരണം. അത് മുങ്ങ വെള്ളം പറഞ്ഞാൽ മതിയേ. കണ്ടാ, നിങ്ങൾ ഇതുപോലെ മുങ്ങ വെള്ളവും പറഞ്ഞ് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി നേരെ കൊണ്ടുപോയിട്ട് അടുപ്പത്ത് വെച്ച് മൂടി അങ്ങ് വെച്ചോ. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് പണിയെടുക്കണം, കുറച്ച് ഉപ്പിടാൻ മറന്നുകൊണ്ട് അത് നമ്മളോട് പറയാൻ മറന്നു വയ്ക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട കേട്ടാ. എന്നിട്ട് നല്ലോണം മൂടി വെച്ച് മാങ്ങ ഒന്ന് വേപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പണിയെടുക്കാം, നമ്മൾ തേങ്ങയിലിടോ. തേങ്ങ നല്ലോണം അമ്മിയിലിട്ട് അരച്ചിങ്ങെടുക്കാമല്ലോ, മിക്സിയിലട്ടാ. നല്ലോണം മിക്സിയിലിട്ട് അരച്ചിങ്ങെടുത്തേട്ടാ. ഒരു 3/4 മുറി തേങ്ങ വേണേ. 3/4 മുറി എന്ന് വെച്ചാൽ ഒരു തേങ്ങേൻ്റെ 3/4 ഭാഗം തേങ്ങ വേണം കേട്ടോ. എന്നിട്ട് നല്ലോണം വെള്ളവും കൂട്ടി അരച്ചിങ്ങെടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ നല്ലോണം മാങ്ങ, കല്ലമ്മക്കായ ഓൾറെഡി വെന്തതാണല്ലോ, അതുകൊണ്ട് മാങ്ങ വെന്തിക്കോ നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് എന്ത് പണിയെടുക്കുക, നമ്മളെ തേങ്ങയും കൂടി പറഞ്ഞ് ആവശ്യത്തിന് ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ വെള്ളവും പാരണം. കാരണം ഇത് മുയിത്തിങ് വരും കേട്ടോ. മുയിക്കുകയെന്ന് വെച്ചാൽ തിക്കായിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്കൊരു താളിക്കണ്ടേ. നമ്മൾ എണ്ണ കടുക് പൊട്ടിച്ചിട്ടിടണം. അപ്പം സാധാരണ മീൻ കറിയിലെല്ലാം ഉലുവ പൊട്ടിക്കൽ, പക്ഷേങ്കിൽ നമ്മളെ കല്ലമ്മക്കായ കറിയിൽ എന്താ പൊട്ടിക്കുക, നമ്മളെ കടുവാണ് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ഒരു 3 സ്പൂൺ എണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് നല്ലോണം പൊട്ടി വരുന്നവരുണ്ടല്ലോ, ലോ ഫ്ലെയിം ആക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം തൂങ്ങിച്ചങ്ങ് വാരണം. തൂങ്ങിച്ചാരെന്ന് വെച്ചാൽ താളിച്ച് വാരണം കേട്ടോ. എന്നിട്ട് അത് നേരെ കൊണ്ടുപോയി നമ്മളെ കറിയിലിട്ട് കറി നല്ലോണം പതച്ച് വരട്ടെ. അപ്പം നമ്മൾ അടിപൊളി കല്ലമ്മക്കായി മാങ്ങാക്കറി ഇവിടെ സെറ്റായിട്ട് വരും കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. കല്ലമ്മക്കായി ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ ഈ ഒരു മീൻ കറി. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് 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 ട്രൈ. ഇതുപോലെ നല്ല പോലെ തിള വന്നാൽ ഒന്നിളക്കി ഒന്നും കൂടി തിളപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. ഒരു 5-10 മിനിറ്റ് ഈ കറി ഇതുപോലെ മൂടി വെച്ചിട്ട് ആ മൂടി അങ്ങ് തുറക്കുന്നേരം എൻ്റെ പൊന്നോ നല്ല അടിപൊളി മണം വരുവേ. അടിപൊളി ടേസ്റ്റാ. മസ്റ്റ് 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 ട്രൈ റെസിപ്പി കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ ചെയ്യൂലേ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട്? അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.